സഭയിലെ വിശ്വാസികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് യാക്കോബ് 4 പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നിങ്ങളിൽ ശണ്ഠയുണ്ട്, കലഹമുണ്ട്. അതെവിടെ നിന്നാണ്? ഈ ശണ്ഠ കലഹം എന്ന് പറയുന്നത് പുറമേ വിശ്വാസികൾ തമ്മിൽ ശണ്ഠയിടുന്നോ കലഹിക്കുന്നോ അർത്ഥത്തിലല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, ദൈവത്തിനറിയാവുന്ന ഒരു ശണ്ഠയുണ്ട്, ഒരു കലഹമുണ്ട്. കാരണം നിങ്ങൾ മോഹിക്കുന്നു, കിട്ടുന്നില്ല. നിങ്ങൾ കോപിക്കുന്നു, അസൂയപ്പെടുന്നു, ഒന്നും നടക്കുന്നില്ല. മറ്റുള്ളവരെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർക്ക് കിട്ടുന്നു, നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്കുള്ളിൽ കോപം തോന്നുന്നു, പുറമേ ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, പക്ഷെ നിങ്ങൾക്ക് അസൂയപ്പെടുകയാണ്, ഒന്നും സാധിക്കുന്നില്ല. ചിലർ പ്രാർത്ഥിക്കാത്ത കൊണ്ടാണ് കിട്ടാത്തത്, ചിലർ പ്രാർത്ഥിക്കുന്നു, അവർക്കും കിട്ടുന്നില്ല. അതിന്റെ കാരണം പറയുന്നുണ്ട്, നിങ്ങൾ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോട്ടീവ് ശരിയല്ല, നിങ്ങളുടെ ഇന്റൻഷൻ ശരിയല്ല. എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്ന് ഒന്നിരുന്ന് ധ്യാനിച്ചാൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളതിന് ഉത്തരം കിട്ടും. ലോകത്തിന്റെ സ്നേഹിതനാകാൻ വേണ്ടിയാണ് നിങ്ങൾ യാചിക്കുന്നത്, അതുകൊണ്ടാണ് കിട്ടാത്തത്. അത് ശുശ്രൂഷയായാലും, വീടായാലും, കാറായാലും, ജോലിയായാലും, പണമായാലും. ഒരു വിശ്വാസിക്ക് അത് കിട്ടാത്തതിന് കാരണം നിങ്ങൾ സാത്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുകയാണ്, സാത്താൻ അനുകൂലപ്പെടുകയാണ്, ദൈവത്തിന് ശത്രുവാകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ അറിയാതെ തന്നെ. പരിശുദ്ധാത്മാവ് പറയുന്ന പോകുമ്പഴി ദൈവത്തിന് കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞാൽ വചനം ധ്യാനിക്കുക, വചനം നിങ്ങളോട് സംസാരിക്കും, വചനത്തിന് കീഴടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് സാത്താനെ എതിർക്കാൻ കഴിയും, ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയും. സാത്താനെ എതിർക്കും നിങ്ങൾ, സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോഴോ ദൈവത്തോടടുത്ത് ചെല്ലാം, ദൈവം നിങ്ങളോടടുത്ത് വരും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ദൈവം 1 കിലോമീറ്റർ അടുത്ത് വരും. അടുത്ത് പറയുന്നത്, നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. അങ്ങനെ ആരെങ്കിലും പറയുമോ? എല്ലാവരും ചിരിക്കുന്നല്ലേ പറയത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയും, നിങ്ങളുടെ ചിരി ദുഃഖമാകട്ടെ, സന്തോഷം വിഷാദമാകട്ടെ എന്ന് പറയാൻ. ഉല്ലസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഉല്ലാസത്തിന് വേണ്ടി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങൾ ഉപവാസ പ്രാർത്ഥനയായി മാറട്ടെ എന്ന അർത്ഥം. എന്ത് പറ്റും അപ്പോൾ? ഈ നേരത്തെ പറഞ്ഞ ചില ആഗ്രഹങ്ങൾ, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ മറുപടി ദൈവം തരും. ദൈവസന്നിധി നിങ്ങൾ താഴുകയാണ് ചെയ്യുന്നത്, ഉപവസിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അവൻ നിങ്ങളെ ഉയർത്തും. നോക്കിക്കേ, നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനാണ്. അവൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നു, ആവശ്യങ്ങൾ അറിയുന്നു. അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല, നിരാശപ്പെടുത്തുകയില്ല. അവൻ നിങ്ങളെ ഉയർത്തും.